വാഹന വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ കണ്ടെത്തിയത് നിയമലംഘനങ്ങളുടെ പെരുമഴ. കഴിഞ്ഞ 10 ദിവസമായി മൂന്നാർ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 848 കേസുകളിലായി 20,55,750 രൂപ പിഴ ഈടാക്കി. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും പ്രദേശത്തെ ഓട്ടോ, ടാക്സി, സ്വകാര്യ വാഹനങ്ങളും എന്നിവയും പരിശോധിച്ചു. കടുത്ത നിയമലംഘനം കണ്ടെത്തിയ 41 വാഹനം പിടിച്ചെടുത്തു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി KSRTC നടത്തുന്ന ഡബിൾ ഡെക്കർ ബസ്, ഉല്ലാസയാത്ര എന്നീ സർവീസുകൾ നിർത്തിവെക്കണമെന്നും ഓൺലൈൻ ടാക്സി പ്രദേശത്ത് അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ഓട്ടോ, ടാക്സി ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിക്ക് നേരെ ഇവർ കരിങ്കൊടി വീശി. ഇതേ തുടർന്ന് പ്രദേശത്തെ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പരിശോധനയ്ക്കെതിരെ ഒരു വിഭാഗം ഡ്രൈവർമാർ ബുധനാഴ്ച മോട്ടോർ വാഹന വകുപ്പിന്റെ കാർ തടഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ഇതോടെ പരിശോധന നിർത്തിവെക്കുമെന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചു. എന്നാൽ ഉദ്യോഗസ്ഥർ ശക്തമായി പരിശോധന തുടർന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു.